ഇലക്ട്രിക് എനർജി എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ പേര് തന്നെ ഇലക്ട്രിക് എനർജി കൺസർവേഷൻ ആൻഡ് കൺസംഷൻ ആണ്. നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ബൾബ്, ഫാന്, മിക്സി, ഗ്രൈൻഡർ, ഇതെല്ലാം ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ എനർജിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിസിക്സിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഒരു ലോ പഠിച്ചിട്ടുണ്ട്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്. എനർജിനെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. പക്ഷേ ഇവരെ നമുക്ക് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇലക്ട്രിക് എനർജിനെ മറ്റു എനർജിയിലേക്ക് അഥവാ വൈദ്യുതോർജം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഊർജത്തിലേക്ക് മാറ്റുന്ന ഡിവൈസുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിലൊന്നാമത്തതാണ് ബൾബ്. മറ്റൊന്ന് ഫാന്, മിക്സി, ഗ്രൈൻഡർ, കെറ്റില്, അയൺ ബോക്സ്, ഓവൻ, TV സ്പീക്കേഴ്സ്, ഇതെല്ലാവരും നമ്മുടെ വീടുകളിൽ കണ്ടിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. ഈ ഡിവൈസുകളുടെ എല്ലാം പ്രത്യേകത, ഇതെല്ലാം കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം എല്ലാം ഉപയോഗിക്കുന്നത് വൈദ്യുതോർജ്ജമാണ് അഥവാ ഇലക്ട്രിക് എനർജിയാണ് ഉപയോഗിക്കുന്നത്. ഈ ഇലക്ട്രിക് എനർജിനെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഒന്നാമത് ബൾബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് എനർജിനെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അഥവാ പ്രകാശോർജ്ജമായിട്ട് മാറ്റുന്നു. അതിൻ്റെ കൂടെ ചെറിയ തോതിൽ ഒരു ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നു അഥവാ താപവും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലൈറ്റാണ്, പ്രകാശമാണ്. ആ പ്രകാശമാണ് നമ്മൾ നമ്മുടെ യൂസ്ഫുൾ പ്രോസസ്സുകായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. രണ്ടാമത് ഫാന്, മിക്സി, ഗ്രൈൻഡർ, ഇവരെ പ്രത്യേകത ആലോചിച്ച് നോക്കൂ. കറണ്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചുകൊണ്ട് ഫാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു മെക്കാനിക്കൽ ഒരു വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു മെക്കാനിക്കൽ എനർജിയാണ് അഥവാ യാന്ത്രികോർജ്ജമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡിവൈസുകളെല്ലാം മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ചെറിയ തോതിൽ ഹീറ്റും സൗണ്ട് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ആ താപോർജ്ജവും ശബ്ദോർജ്ജവും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നത് മെക്കാനിക്കൽ എനർജിയാണ് അഥവാ യാന്ത്രികോർജ്ജമാണ്. മറ്റൊന്നാണ് കെറ്റിലും അയൺ ബോക്സും. ഇവിടെ പ്രത്യേകം നോക്കിക്കൂ, ഹീറ്റ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കറണ്ട് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുക, ആ ഹീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു അഥവാ താപോർജ്ജമാണ്. ഇനി ഓവൻ്റെ കേസിൽ അവിടെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് താപോർജ്ജം തന്നെയാണ്. പക്ഷേ അവിടെ ചെറിയൊരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്രോ വേവ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഹീറ്റിനെ അല്ലെങ്കിൽ താപത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ആ തെർമൽ എനർജി എന്നും പറയാം. ഇനി TV സ്പീക്കേഴ്സ്, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാലോചിച്ച് നോക്കൂ. TVയും സ്പീക്കേഴ്സുകളും ഇന്ന് മൊബൈൽ ഫോണുകളിലും TVകളിലും എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട്. അവരുടെ സ്പീക്കേഴ്സ് ദേ വിൽ പ്രൊഡ്യൂസ് സൗണ്ട് അഥവാ ഒരു ശബ്ദമാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ഉപയോഗിച്ച് ആ കറണ്ടിനെ ശബ്ദോർജ്ജം ആയിട്ട് സൗണ്ട് എനർജി ആയിട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് സാധനമാണ് അയൺ ബോക്സും കെറ്റിലും. എങ്ങനെയാണ് ഈ അയൺ ബോക്സ് ചൂടാകുന്നത് അതിന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം, നമുക്കൊരു എക്സ്പെരിമെന്റ് നോക്കാം. ഒരു നിക്രോം വയർ എടുത്തിട്ടുണ്ട്. ഈ നിക്രോം വയറിന്റെ രണ്ട് എൻഡുകൾ ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് ഒരു സ്വിച്ചിലേക്കും ഒരു ബാറ്ററിയിലേക്കും കണക്ട് ചെയ്യണം. മക്കളെയാണ് കണക്ട് ചെയ്യുന്നത്, ഒരു സ്വിച്ചിലേക്കും ഒരു ബാറ്ററിയിലേക്കും കണക്ട് ചെയ്യുന്നു. ഇനി ഈ സ്വിച്ച് ഞാൻ ഓൺ ചെയ്യാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിലൂടെ എന്തുണ്ട്, കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ, പോസിറ്റീവ് നെഗറ്റീവിലേക്ക്. അപ്പോൾ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. ആ നിക്രോം വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഇവിടെ മനസ്സിലാക്കേണ്ടത് നിക്രോം വയറിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിലൊന്നാമത്തെ പ്രത്യേകത, ഇറ്റ് ഹാവ് ഹൈ റെസിസ്റ്റിവിറ്റി. പ്രതിരോധം വളരെ കൂടുതലാണ് നിക്രോം വയറിന്. പ്രതിരോധം കൂടുമ്പോൾ അഥവാ റെസിസ്റ്റൻസ് കൂടുമ്പോൾ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് കാരണമായി അവിടെ ഹൈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അവിടെ വലിയൊരു താപം പ്രൊഡ്യൂസ് ചെയ്യും. ആ താപോർജ്ജം ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, യൂസ്ഫുൾ ആയിട്ട് അയൺ ബോക്സിലും കെറ്റിലുകളിലും ഉപയോഗിച്ച് കാണുന്നത്. ക്ലിയർ ആണല്ലോ. ഒരു കാര്യം മനസ്സിലാക്കണേ, അതിന് ഹൈ റെസിസ്റ്റിവിറ്റിയാണ്. അപ്പോൾ അത് റെസിസ്റ്റിവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അത് റെസിസ്റ്റ് ചെയ്ത് അവിടെ വളരെ ചുട്ടുപഴുത്ത രൂപത്തിലായിരിക്കും ആ നിക്രോം വയർ ഉണ്ടാവുക. അത്തരത്തിൽ ആ നിക്രോം വയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് ജൂൾ ഹീറ്റിംഗ്, അതല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ.
മനസ്സിലാക്കണേ, നിക്രോം വയേഴ്സ് ഉപയോഗിക്കുന്നത് അയൺ ബോക്സിലും ഹീറ്ററിലും ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഹീറ്റിംഗ് കോയിലുകളാണ്. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അമിതമായ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ? നോക്കൂ, അതിന് നിക്രോം വയേഴ്സിന്റെ പ്രത്യേകതയാണ്, ഒന്ന്, അതിലെ റെസിസ്റ്റൻസ് പ്രതിരോധം വളരെ കൂടുതലായത് കൊണ്ട് തന്നെ അത് റെഡ് ഹോട്ട് കളറായിട്ട് മാറും. റെഡിഷ് കളറായിട്ട് ചുട്ടു പഴുത്ത നിറമായിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ്. നോക്കട്ടോ. അപ്പോൾ ഒന്നാമതായിട്ട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് പ്രോപ്പർട്ടീസ് ഓഫ് നിക്രോം വയേഴ്സ്. നിക്രോം വയേഴ്സിന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നോക്കൂ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഫിസിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അഥവാ ഭൗതിക പ്രോപ്പർട്ടീസുകളുണ്ട്. ഏതൊക്കെയാണ് അവിടെ പ്രത്യേകതകൾ? ഒന്ന്, ഹൈ റെസിസ്റ്റിവിറ്റി, പ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് എന്നുള്ളതാണ് നിക്രോം വയറിന്റെ പ്രത്യേകത. അത് കോപ്പറിനേക്കാളും അലുമിനിയത്തിനേക്കാളും ഈ നിക്രോം വയറിന്റെ പ്രതിരോധ ശേഷി കൂടുതലാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി മനസ്സിലാക്കണേ, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, അവ ദ്രവണാങ്കം വളരെ കൂടുതലാണ്. അവ ഏകദേശം 1400 ഡിഗ്രി സെൽഷ്യസാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു സാധാ വെള്ളം എടുത്ത് 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ തന്നെ അത് തിളക്കാൻ തുടങ്ങും. അത് 100 ഡിഗ്രി സെൽഷ്യസും പോയി, ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1400 ഡിഗ്രി സെൽഷ്യസാണ്. അഥവാ ഇതിൽ എത്രത്തോളം ഹീറ്റ്, ഈ 1400 ഡിഗ്രി സെൽഷ്യസിന്റെ താഴെ എത്ര ഹീറ്റ് വന്നാലും ഇത് മെൽറ്റ് ചെയ്ത് പോവില്ല, അഥവാ അത് പൊട്ടിപ്പോവില്ല എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, അതുകൊണ്ട് അത് കൂടുതൽ പ്രതിരോധം കാണിക്കും എന്നുള്ളതാണ് ഈ നിക്രോം വയറിന്റെ മറ്റൊരു പ്രത്യേകത. ഇത് നോക്കണേ, കെമിക്കൽ പ്രോപ്പർട്ടീസ് അഥവാ രാസഗുണങ്ങൾ പ്രധാനമായും ഒറ്റൊന്നാണ്, ഇതിന് ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റന്റ് ആണ്. അഥവാ ഓക്സിഡേഷൻ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിന് നശീകരണം വളരെ കുറവാണ്, സാധ്യമല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതൊരിക്കലും നശിച്ചു പോവില്ല, ഓക്സിഡേഷൻ സംഭവിക്കില്ല. ഇലക്ട്രോണിനെ ലൂസ് ചെയ്യണം, അപ്പോൾ ഇലക്ട്രോണിനെ ലൂസിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഓക്സിഡേഷൻ. മറ്റൊന്ന് ഇതിന്റെ പ്രോപ്പർട്ടിയാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി. നോക്കൂ, രണ്ട് മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണുള്ളത്. ഒന്ന്, ഹൈ ഡക്റ്റിലിറ്റി, അത് പെട്ടെന്ന് പൊട്ടിപ്പോവാത്തതാണ്, എത്ര ചൂട് പോയാലും അത് പൊട്ടിപ്പോവില്ല. രണ്ടാമത്, ഇസ് ഈസിലി വെൽഡഡ്, നമുക്ക് എവിടെ വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് അവരെ വെൽഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നിക്രോം വയേഴ്സുകളുടെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മുടെ ഹീറ്റ് ചെയ്യുന്ന അയൺ ബോക്സിലും അതുപോലെ ഹീറ്ററിലും ഈ നിക്രോം വയേഴ്സുകൾ ഉപയോഗിക്കാനുണ്ടായ റീസൺ. ഓക്കെ, നിക്രോം വയേഴ്സുകളും അവിടെ അലോയ്സുകളാണ് യൂസ് ചെയ്യുന്നത്. ഇത് നോക്കണേ, ഇതൊരു കണ്ടക്ടറാണ്, ഒരു ചാലകമാണ്. ഓക്കെ, ഒരു കണ്ടക്ടറിലൂടെ ഞാൻ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കറണ്ടിന്റെ ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യും. അതിന് സുഖമായിട്ട് പോകാൻ കഴിയില്ല, കാരണം അതിനുള്ളിൽ ഒരുപാട് പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിളൊക്കെ ആ ചാർജിന്റെ മോഷനെ റെസിസ്റ്റ് ചെയ്യും. ക്ലിയർ? ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ പ്രതിരോധം എന്ന് പറയുന്നത്, അഥവാ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, എൽ ലെങ്ത്തും എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും വരുന്ന ഒരു കണ്ടക്ടറാണ്. ടോട്ടൽ ലെങ്ത് എൽ ആണ്, അതിൻ്റെ എൻഡിലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഭാഗം, ആ സർക്കിൾ ഭാഗം ഉണ്ടല്ലോ, അതാണ് ഏരിയ. നോക്കുക, ഇതിൽ ഞാനൊരു വേണമെങ്കിൽ ഒരു ബാറ്ററി വെച്ച് നമുക്കൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഞാനൊരു ബാറ്ററി വെച്ച് കണക്ട് ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നു. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നത്, ആ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് കൂടുന്ന അനുസരിച്ച് റെസിസ്റ്റൻസും കൂടുന്നു, അതിൽ പ്രതിരോധം കൂടും, അവ കറണ്ടിൻ്റെ ഫ്ലോ കുറയും. ദാറ്റ് മീൻസ് പ്രതിരോധം റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ്. മാത്രമല്ല അത് ഏരിയനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സെയിം എക്സ്പെരിമെന്റ് ഏരിയ കുറച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഏരിയ കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്, ആ വിപരീത അനുപാതത്തിലാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ റെസിസ്റ്റൻസ് രണ്ട് ഫാക്ടേഴ്സിനെ ഫിസിക്കലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ആ ചാലകത്തിൻ്റെ നീളത്തെയും. രണ്ട്, അതിൻ്റെ ഏരിയനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നോക്കണേ, ലെങ്ത്തിന് നേർ അനുപാതത്തിലും ഏരിയക്ക് വിപരീത അനുപാതത്തിലുമാണ്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കണേ, ഇത് രണ്ടും ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ. നോക്കണേ, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. ഓം, മറക്കല്ലേ, ഓം. അതൊരു ഗ്രീക്ക് ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റിനെ മാറ്റി ഞാൻ ഒരു കോൺസ്റ്റന്റ് കൊടുക്കുന്നു. ആ കോൺസ്റ്റന്റ് പറയുന്ന പേരാണ് റോ. ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ, വേർ റോ ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി. റോക്ക് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. അതിൻ്റെ യൂണിറ്റ് മറക്കരുത്, ഓം മീറ്റർ. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം, റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് ഓം മീറ്റർ. ഇനി നോക്കണേ, ഇവിടെ റെസിസ്റ്റൻസ് ലെങ്ത്തിനെയും ഏരിയനെയും മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, രണ്ട് ഫാക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കണേ, റെസിസ്റ്റൻസ്
ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് ലെങ്ത്തിനും മറ്റൊന്ന് ഏരിയനെയും മാത്രമല്ല, രണ്ട് കാര്യങ്ങളെയും. ഒന്ന് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അഥവാ നിക്രോം വയറും കോപ്പറിനും ഒരേ റെസിസ്റ്റൻസ് അല്ല, അത് ഓരോ മെറ്റീരിയലിനും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് റെസിസ്റ്റൻസ് ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഒരു ചാലകത്തിന്റെ പ്രതിരോധ ശേഷിയും കൂടും. ക്ലിയർ ആണല്ലോ? അപ്പൊ 4 കാര്യങ്ങളെയാണ് റെസിസ്റ്റൻസിനെ ബാധിക്കുന്നത്. ഇനി അതേപോലെ റെസിസ്റ്റിവിറ്റിനെ ബാധിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് മെറ്റീരിയൽ ആണ്, 2 ടെമ്പറേച്ചർ ആണ്. ഇവിടെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റിയും എന്ത് ചെയ്യുന്നു? കൂടുന്നു. ക്ലിയർ അല്ലേ? ഇതാണ് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഉള്ളത്. ക്ലിയർ അല്ലേ? ഇവിടുന്ന് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു സീരീസ്, ഒരു സർക്യൂട്ടിൽ ചിലപ്പോൾ ഒരു നിക്രോം വയറും ഒരു അലുമിനിയം തരും. എന്നിട്ട് ഏത് വയറാണ് ആദ്യം ഏറ്റവും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചോദിക്കാം. അറിഞ്ഞിരിക്കേണ്ടത് നിക്രോം വയർ തന്നെയാണ്. ഓക്കെ, ചിലപ്പോൾ ഇനി കോപ്പറും അതുപോലെ നിക്രോം ആയിരിക്കും. അപ്പോഴും നിക്രോം തന്നെയാണ്. കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷി കോപ്പറിനേക്കാളും അലുമിനിയത്തിനേക്കാളും കൂടുതലുള്ളത്. അത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഇനി മറ്റൊന്നാണ് സ്ട്രെച്ചിങ് ഓഫ് എ കണ്ടക്ടർ. ഒരു ചാലകത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു? സ്ട്രെച്ചിങ് ചെയ്യാൻ പോവാണ്. ഇത് എൽ ലെങ്ത്തും എ ഏരിയയും വരുന്ന ഒരു ചാലകമാണ്, കണ്ടക്ടറാണ്. ഇതിനെ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ, അതിനെ വലിച്ചു നീട്ടുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ലെങ്ത്ത് കൂടും. പക്ഷെ ലെങ്ത്ത് കൂടുന്നതിന് അനുപാതമായി അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവിടെ വോള്യൂം കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ വോള്യൂം മാറൂല. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഒരു ബോഡിനെ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ അതിൻ്റെ വോള്യൂം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നോക്കണേ, അപ്പോൾ തീർച്ചയായിട്ടും വോള്യൂം കോൺസ്റ്റന്റ് ആകുമ്പോൾ ലെങ്ത്ത് മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറും. അപ്പോൾ എത്രത്തോളം മാറും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ R = ρL/A എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാണ്. എനിക്കിതിൽ വോള്യൂം കൊണ്ടുവരണം. വോള്യൂം കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇതിൽ ഒരു ലെങ്ത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതേ ലെങ്ത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇക്വേഷനിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ലെങ്ത്തോട് ഗുണിച്ചു, ലെങ്ത്തോട് ഹരിച്ചു. ഇപ്പൊ നോക്കൂ, താഴെ കാണുന്ന ഏരിയ ഇൻറ്റു ലെങ്ത്ത്, ഏരിയ ഇൻറ്റു ഹൈറ്റ്, അത് അതിൻ്റെ വോള്യമാണ്. ക്ലിയർലി? അത് വോള്യമായിട്ട് മാറും. അപ്പോൾ അത് വോള്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, നമ്മുടെ ഇക്വേഷൻ R = ρL × L² ആണ്. ഏരിയ ഇൻറ്റു ലെങ്ത്ത് വോള്യമാണ്. ഇത് സ്ട്രെച്ച് സമയത്ത് വോള്യം മാറുന്നില്ല, ആ വോള്യം കോൺസ്റ്റന്റ് ആണ്. റെസിസ്റ്റിവിറ്റി മാറൂല, അത് സെയിം മെറ്റീരിയൽ അല്ലേ, മെറ്റീരിയൽ മാറുന്നില്ലല്ലോ. ഒരേ മെറ്റീരിയലിനെ സ്ട്രെച്ച് ചെയ്യുക, ആ മെറ്റീരിയൽ മാറുന്നില്ല. അപ്പോൾ റോയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് പറയാം, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L². ഇതാണ് ഒരു വയറിനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചാലകത്തിനെ സ്ട്രെച്ചിങ് ചെയ്യുമ്പോഴോ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന മാറ്റം. ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കണേ. അപ്പോൾ നോക്കാം, ഞാൻ ഒരു എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ്, അപ്പോൾ റെസിസ്റ്റൻസ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് R is proportional to L² ആണ്. ഒന്നാമത്. ഇനി നോക്കണേ, രണ്ടാമത് ലെങ്ത്ത് ഡബിൾ ആക്കുകയാണ്. അല്ലെങ്കിൽ ഡബിൾ വേണ്ട, നമുക്ക് ജനറൽ ആയിട്ട് പറയാം, N ടൈംസ് ആയിട്ട് കൂട്ടുകയാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറഞ്ഞു, 2, 3, 4 എത്രയാവാം. അപ്പോൾ എൽ ലെങ്ത്തിന് ഒരു കണ്ടക്ടറിനെ N ടൈംസ് ആയിട്ട് ലെങ്ത്ത് കൂട്ടിയാൽ അപ്പോൾ റെസിസ്റ്റൻസ് മാറും. റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു L² അല്ലേ. ഇപ്പൊ ലെങ്ത്ത് NL അല്ലേ, അപ്പൊ NLന്റെ സ്ക്വയർ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? N² L² എന്ന് വരും. ക്ലിയർ അല്ലേ? ഈ കാണുന്ന പുതിയ റെസിസ്റ്റൻസ് ആണ്. ഇനി നോക്കൂ, ഈ രണ്ട് ഇക്വേഷനും ഞാൻ ഡിവൈഡ് ചെയ്യാണ്. ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ 2/1 ആണ് ചെയ്യുന്നത്. അപ്പോൾ R' / R ഈ പ്രൊപ്പോർഷണാലിറ്റി മാറി ഈക്വൽ ആവും. ഇത് നോക്കൂ, ഇവിടെ എന്തുണ്ടാകും? N² L² ഡിവൈഡഡ് ബൈ ഇവിടെ L² എന്ന് വരും. അപ്പോൾ ഇവിടുന്ന് L² ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കൂ, R' = N² R. ഇതാണ് നമുക്ക് കിട്ടുന്ന പുതിയ റെസിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്. മനസ്സിലാക്കേണ്ടത്, ഒരു വയറിന് ഞാൻ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത് ആണ് കൂടുന്നതെങ്കിൽ റെസിസ്റ്റൻസ് N² R ഈക്വൽ ആയിരിക്കും. ക്ലിയർ? ഒന്നുകൂടി, ഈ ഒരു കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ ചാലകത്തിൻ്റെ ലെങ്ത് ഞാൻ ഡബിൾ ആക്കുകയാണ്, അവ ഇരട്ടിയാക്കുകയാണ്. ഡബിൾ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ റെസിസ്റ്റൻസ് മാറും.
ഇവിടെ നേരത്തെ n ടൈംസ് ആണ് കൂട്ടിയത്. അപ്പോൾ ഡബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ 2l ആവും. അപ്പൊ n-ന്റെ വാല്യൂ 2 ആണ്. അപ്പൊ n-ന് 2 കൊടുക്കുക. അപ്പൊ റെസിസ്റ്റൻസ് 2-ന്റെ സ്ക്വയർ അപ്പൊ 4r. അപ്പോൾ 4 ടൈംസ് ആയിട്ട് കൂടും. ക്ലിയർ അല്ലേ? അപ്പോൾ l ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറിനെ ഇരട്ടിയായി അത് ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് 4 ടൈംസ് ആയിട്ട് കൂടും. ഇനി അതുപോലെ തന്നെ ഈ l ലെങ്ത് ഉള്ള ഈ ഒരു ചാലകത്തിനെ ഞാൻ 3 ടൈംസ് ആയിട്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, l ലെങ്ത് ഉള്ള ചാലകത്തിന്റെ ലെങ്ത് ഞാൻ 3 ടൈംസ് ആയിട്ട് കൂട്ടുകയാണെങ്കിൽ അപ്പോൾ r എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് മാറും. എത്രയാ? n² r. ഇവിടെ എന്ന് പറഞ്ഞ 3 ആണ്. അപ്പോൾ 9r. 3-ന്റെ സ്ക്വയർ 9r. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇവിടെ റെസിസ്റ്റൻസിന്റെ സ്ട്രെച്ചിങ് കാരണമായിട്ടുണ്ടാകുന്ന മാറ്റം. ഇത് കൃത്യമായിട്ട് പഠിക്കണം. നമ്മുടെ എക്സാമിന് മാത്രമല്ല, ഇനി +1 +2 നീറ്റ് JEE പോലുണ്ടാകുന്ന എക്സാംസിന് വരെ റെസിസ്റ്റൻസിന്റെ ഈ ലെങ്ത് മാറുന്നതനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം.